ഹലോ, പത്രമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജലജയും അഭിയും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ് നാഗേന്ദ്രൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിനക്ക് അയാളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അഭി പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ അങ്ങനെ യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് ജലജയ്ക്ക് ആവുന്നില്ല. അപ്പോൾ ഇനി മേലാൽ അങ്ങനെ ഒരു ബന്ധമോ കൂടിക്കാഴ്ചയോ ഒന്നും ഉണ്ടായിരുന്നു പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കും എന്നാണ് ജലജ പറയുന്നത്. അപ്പോൾ അഭി മനസ്സിൽ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയായിട്ട് ബന്ധം കൂടിയിട്ട് ഒന്നും നേടാനില്ല. കാരണം അച്ഛൻ്റെ പക്ഷത്ത് നിന്നാൽ സ്വത്തും മുതലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ കൂടാനാണ് അഭിയുടെ താല്പര്യം. അത് മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മ. അമ്മ പറയുന്നതിനപ്പുറം ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ അയാളോട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള മട്ടിലാണ് അഭി സംസാരിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ കനകയാണ് കാണിക്കുന്നത്. കനക ഇതുപോലെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോൾക്ക് വിഷമാവുന്നറിയാം, എങ്കിലും മോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. നാളെ ഇങ്ങനെ അനന്തപുരി തറവാട്ടിലെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നത്, അതിന് ഞാൻ വരുമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എനിക്ക് വരണമെന്നിട്ട് ആഗ്രഹമില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് മോള് വാങ്ങിയ സാരി, ഈ ഒരു സാരിയാണ് നാളെ ഉടുത്തുകൊണ്ട് പോകാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ നന്ദു വാങ്ങിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ആദർശേട്ടനും നയനേട്ടത്തെയൊക്കെ വാങ്ങിച്ച് നല്ല വിലയുള്ള സാരി ഇരിപ്പുണ്ടല്ലോ, അമ്മയ്ക്ക് അത് ഉടുത്തൂടെയും ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല അതില്ല, ഇത് എടുക്കുക. അതുപോലെ ഗോവിന്ദനും പറയുന്നു, മോള് വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് അതിട്ടുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ നന്ദുവിൻ്റെ മുഖം കാണുമ്പോൾ കനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പറയുകയാണ് ഗോവിന്ദൻ്റെ അടുത്ത്, അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, ആ ഒരു ബന്ധം നടത്താൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ശ്രമമെന്ന് വെച്ചാൽ നന്ദുവിൻ്റെ വിവാഹം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ശ്രമം എന്ന് പറയുകയാണ് അതിൽ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അമ്മ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. നന്ദുവിന് ആ ഒരു വിഷമമുണ്ട്. അങ്ങനെ നന്ദു വിഷമിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷമത്തെക്കുറിച്ച് കനകയും ഗോവിന്ദനും മനസ്സിലാവുന്നുണ്ട്. ഗോവിന്ദനും പറയുന്നു, മോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് ആദർശിനെയും നയനയും കാണിക്കുന്നു. അപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഇപ്പോഴും അനി എൻ്റെ കാൽ പിടിച്ച് പറയാണ് ഈ ഒരു വിവാഹം വേണ്ടാന്ന്, എങ്ങനെയാണ് ഇനിയിപ്പോൾ അത് നടത്താതിരിക്കുക എന്നൊക്കെ പറയാണ്. അപ്പോൾ നയന പറയുന്നു, ഇത്രയും ഒക്കെ ആക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, അതൊക്കെ പതിയെ പൊരുത്തപ്പെട്ട് പൊയ്ക്കോളും, നമ്മൾ ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുന്നു. പക്ഷേ ആദർശം നല്ല വിഷമമുണ്ട് അനിയുടെ കാര്യത്തിൽ. അവനിപ്പോഴും യാതൊരു വിവാഹത്തോട് താല്പര്യമില്ല എന്നുള്ള മട്ടിൽ തന്നെ നിൽക്കുകയാണെന്ന്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവൻ്റെ കൈ പിടിച്ച് പോയ കുട്ടി അവൻ ഒരു താല്പര്യം ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പം ആ ഒരു മനസ്സ് മാറുന്നതെന്നൊക്കെയാണ് ആദർശ് പറയുന്നത്. നയന പറയുന്നത്, വിവാഹം കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അതങ്ങ് മാറിക്കൊള്ളും എന്ന മട്ടിലാണ് നയനയും സംസാരിക്കുന്നത്. അതിനുശേഷം അനി ഇങ്ങനെ വിഷമിച്ച് ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവന്തി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നാളെ ഒരു ചടങ്ങ് നടക്കേണ്ട ദിവസമാണ്, എന്നിട്ടും അനിയേട്ടന് ഇതുവരെ അതിനോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നീ അയർലൻഡിൽ പോകുന്നിടം വരെ നിൻ്റെ സ്വഭാവം അഭിയെക്കാട്ടി വഷളായിരുന്നു. ഇപ്പോൾ നീ തിരിച്ചു വന്നപ്പോഴാണ് നിൻ്റെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്, നിൻ്റെ ഇഷ്ടപ്രകാരമാണോ അതോ മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിലാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അനി. ഇതൊക്കെ കേൾക്കുമ്പോൾ അവന്തിയെ ചോദിക്കുന്നുണ്ട്, എന്താണ് അനിയേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് അനിയേട്ടനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണെന്നൊക്കെയാണ് അവന്തിക പറയുന്നത്. അതിനുശേഷം അവന്തിക വന്ന് അബിയോട് സംസാരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ ഇപ്പോഴും യാതൊരു താല്പര്യവും വന്നിട്ടില്ല, ഇനി എന്തായി തീരും എന്നൊക്കെ അറിയാനില്ല, ഇതുവരെ യാതൊരു താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. അവന്തിയെ പറയുന്നത്, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുത്തനെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നതാണ് അവന്തിയെ പറയുന്നത്. അപ്പോൾ അവന്തിയെ എടുത്ത് അഭി പറയുന്നുണ്ട്, ഒരു കാരണവശാലും നീ ഈ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കരുത്. കാരണം മനസ്സിൽ കരുതുന്നത് അനിയുടെ ഭാര്യയായി കഴിഞ്ഞാൽ അഭിക്ക് ആ ഒരു MD സ്ഥാനം കൈക്കലാക്കാം എന്നുള്ളതാണ് അഭി മനസ്സിൽ ആലോചിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവളും MBA ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ ഇതിൽ കമ്പനിയുടെ തലപ്പത്ത് വരാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെയുള്ള കണക്കൂട്ടലാണ് അഭി അവന്തിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ അനിക്കാണെങ്കിൽ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആകെ ടെൻഷൻ അടിച്ചിട്ട് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ അത്യാവശ്യമായിട്ടും കാണണമെന്ന് പറഞ്ഞ് രാത്രി ഇതുപോലെ കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു ഒരു കാരണവശാലും ഈ ഒരു ചടങ്ങ് നാളെ നടക്കാനിരിക്കുന്ന സ്ഥിതിക്ക് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഒട്ടും ശരിയല്ല, പിന്നെ അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മുടക്കാനൊരു മാർഗ്ഗം എന്ന് ചോദിക്കുകയാണ് വിവാഹം നിശ്ചയം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീ നാളെ ആ ഒരു ചടങ്ങിന് നിന്ന് കൊടുക്കുക, അതേ ഉള്ളൂ, നിവൃത്തിയേ ഉള്ളൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നീ സന്തോഷമായിട്ട് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക, നിശ്ചയം നടക്കുക എന്നൊക്കെയാണ് നന്ദു പറയുന്നത്. പക്ഷേ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ നിൽക്കുകയാണ്. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അനിയം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും പത്രമാറ്റ് ഇനിയുള്ള എപ്പിസോഡിൽ മിസ് ചെയ്യരുത്. നല്ല കിടിലൻ എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ് വരാനായിട്ടുള്ളത്. ഓക്കെ.